കുഴപ്പമില്ല ഗൈസ്. ഞങ്ങൾ ലോക്കർ റൂമിൽ വെക്കാൻ വേണ്ടി ലോക്കർ റൂമിൻ്റെ ചാവി വാങ്ങാൻ വേണ്ടി ഗൈസ്. അങ്ങനെ ഇതാണ് ഫസ്റ്റ് കയറിയ റൈഡ്. പക്ഷെ ഫോൺ അവിടെ അലോഡ് അല്ലായിരുന്നു. വാട്ടർ റൈഡ് കാണാൻ പോയത് ഇവരെല്ലാം കയറി വാട്ടർ റൈഡ് പോകാൻ. ചിലതിലൊന്ന് ഫോൺ കേൾക്കുന്നുണ്ട്. വള്ളത്തിൽ നിന്ന് വാട്ടർ റൈഡ് പോകുമ്പോൾ എല്ലാത്തിനും ഫോൺ എടുക്കാം. ഞങ്ങൾ കവറൊക്കെ മേടിച്ചില്ല. സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഇല്ലാന്നാണ് തോന്നുന്നേ ഗൈസ്. നമ്മളിങ്ങനെ പോകണം. ഇങ്ങനെ 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 പോകണം ഗൈസ്. ഇത് കുറച്ച് ടഫാണ് ഗൈസ്. മറ്റേതൊന്നും ഒന്നുമല്ല ഗൈസ്. അങ്ങനെ വെള്ളത്തിൻ്റെ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ റെയിൻ DJ എന്നുള്ളൊരു ഇത് കണ്ടത്. നേരെ അങ്ങോട്ട് കയറി. അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല. കയറി പകുതി ആയപ്പോഴാണ് വീഡിയോ എടുത്തത്. അപ്പോഴത്തേനെ തീരുകയും ചെയ്തു. ഞാൻ താഴെ നിൽക്കാവേ. ചേച്ചി പോകും. അത് കയറി ഇവിടെ നിൽക്കാം. ഇതിൽ കയറി. ഞങ്ങള് കുറച്ച് 2 മണിക്കൂറോട് കുറേ കയറി. പക്ഷെ മറ്റേ റൈഡിലൊന്നും കയറാൻ പറ്റിയില്ല. അധികം കയറാൻ പറ്റിയില്ല. കാരണം ഭയങ്കര ക്യൂ ആയിരുന്നു. ഞങ്ങൾ വെള്ളത്തിൽ 2-3 വട്ടം കയറി. എല്ലാത്തിലും കയറി. വെള്ളം എല്ലാത്തിലും കയറി. ഇനി ഒന്നും കൂടി കയറാവുള്ളൂ. പിന്നെ 3 ആളുള്ളത് 1 2 അതിലും കയറിയില്ല. ബാക്കി എല്ലാത്തിലും കയറി. മറ്റേ റൈഡ് ഉണങ്ങുവാണെങ്കിൽ ഞങ്ങൾ കയറും. അതിലാണെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ചില വെള്ളത്തിലൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ പോയി നോക്കട്ടെ. രണ്ട് കുരങ്ങുകൾ ഗൈസ്. 2 കുരങ്ങുകൾ. പിന്നെ നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം കണ്ടു. ഞങ്ങളപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഓർത്തിരുന്നേ. പക്ഷേ ഡ്രസ്സ് മാറി കഴിഞ്ഞപ്പോൾ മറന്നുപോയി എൻ്റെ കാര്യം. പിന്നെ കിട്ടുന്നുണ്ട്. അല്ല ഇത് കണ്ടല്ലോ. ആരുമില്ല ഗൈസ്. കയറാൻ പറ്റുമോ ചോദിക്കേ. ചേട്ടാ കയറാൻ പറ്റുമോ? 2 പേരേ ഉള്ളൂ. ബാക്കി ആരും വന്നാണ് ഈ റൈഡ്. ഇതിലൊന്നും ആരുമില്ല ഗൈസ്. ഞങ്ങളിവിടെ നിർത്തി ഗൈസ്. എന്തിനാ താഴെയൊക്കെ ഭയങ്കര ബഹളാണ് ഗൈസ്. ആലപ്പുറ കൂട്ടങ്ങൾ. ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു ഗൈസ്. പക്ഷേ ഒരു ഗുമ്മില്ല. കുറേ ഞങ്ങൾ അവിടെ കളിച്ചു. ഞങ്ങൾ ഭയങ്കര ബുദ്ധിക്ക് കളിച്ചു ഗൈസ്. അതുകൊണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് കിടക്കാം. ഇനി റൈഡിലൊക്കെ കയറാം. ഇനി റൈഡിൽ കയറിയിട്ട് ഇനി ഉണങ്ങിയിട്ട് വേഗം പോയിട്ട് വെള്ളത്തിൽ കിടക്കാം. കഴിഞ്ഞോ? കഴിഞ്ഞോ? എന്നാ പോ. വണ്ടി ഇരട്ടെ. കറക്കും ഗൈസ്. കറക്കുമായിരിക്കും. നമ്മള് സാധാ ആകാശത്തൊട്ടിൽ പോലത്തെ അതൊക്കെ ഇതിപ്പോ സ്ഥലം ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയാണ്. സ്ഥലം കാണിക്കാൻ ഡ്രസ്സൊക്കെ തുടങ്ങുക. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ഒരു റൈഡ്. ഞങ്ങൾ മാത്രമുള്ളൊരു ആകാശം. സ്പീഡിൽ അതിനെ പേടി വരുമായിരിക്കും അല്ലേ? പിന്നെ അത്യാവശ്യം സേഫ്റ്റി ഒക്കെ. മറ്റേ നമ്മുടെ സാധാ മണപ്പുറത്തൊക്കെ ഉണ്ടാവുന്നു. അത് അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ. അത് ഇതൊന്നുമല്ല. സ്ക്രൂ ഒക്കെ ഇളകി സാധനം. പേടി വരും. ഇത് കൊള്ളാം. ആടുന്നുണ്ട്. ചേട്ടന്മാര് ഭയങ്കര കമ്പനിയാണ്. എറണാകുളം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി വന്നപ്പം സിനിമാജിക് എന്ന് പറയുന്നൊരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറി ഞങ്ങൾ നേരത്തെ അങ്ങ് വന്നു.
അപ്പോൾ വെറുതെ അവിടെ ഇരിക്കാനുള്ള നിർത്തി ഞങ്ങൾ ഈ റൈഡിൽ കയറി. നല്ലതായിരുന്നു. ഇതിൽ ഞങ്ങൾ മറ്റേ എന്ത് ഡാൻസ് കാണാൻ വന്ന സിനിമാറ്റിക് ഡാൻസ് സിനിമ മാജിക് റൈഡ് എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു. അത് 6 മണിക്കാണ്. അപ്പോൾ അതിൽ വരാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നിന്നേ. അപ്പോൾ കുറേ നേരം നിൽക്കണ്ടേ, 5:30 ആയതേ ഉള്ളൂ. പിന്നെ ഇപ്പം ചുമ്മാ കയറാൻ നോക്കും. ജസ്റ്റ് എന്താ പൊങ്ങിയത്? റൈഡിൽ കയറി പൊങ്ങി പോകുന്നതോറും നല്ല വ്യൂ ആയിരുന്നു. ഹൈറ്റ് പേടിയുള്ളവർ താഴോട്ട് നോക്കിയാൽ നല്ല രസമാകും. എനിക്ക് ഇച്ചിരി ഹൈറ്റ് പേടിയുള്ളത് കൊണ്ട് ഫോണും കയ്യിലിരിക്കുന്നു. എനിക്ക് ആകപ്പാടെ വെപ്രാളായി. പിന്നെ ഞാനത് വിചാരിച്ച അത്യാവശ്യം ഹൈറ്റിലേ പോകത്തുള്ളൂ. പക്ഷെ നല്ല ഹൈറ്റിൽ പോയി. ഞാൻ പിന്നെ ഫോണ് പിന്നെ അവിടെ കൊടുത്തു. എനിക്ക് പേടി ഇതൊക്കെ എടുക്കാൻ. എൻ്റെ ചങ്ക് കത്തുന്നുണ്ട്. അതുകൊണ്ടല്ല, എൻ്റെ ഫോണ്. അപ്പം ഞങ്ങൾ ചിക്കുവിനെ കാണാൻ പോയി. ചിക്കു അടിപൊളിയായിരുന്നു. എല്ലാത്തിലും കയറി എല്ലാത്തിലും. ഒരു ജ്യൂസിന്റെ സാധനത്തിൽ മാത്രം ഞങ്ങൾ കയറിയില്ല. പിന്നെ ഒരു ഛർദ്ദിച്ചൊരു സാധനം ഉണ്ട്, അതും കയറില്ല. ബാക്കി എല്ലാവരും അതിനകത്ത് ഛർദ്ദിച്ച് വെച്ചേക്കും. അപ്പോൾ ഞങ്ങൾക്ക് അത് കയറരുത്. ബാക്കി എല്ലാത്തിലും ഞങ്ങൾ മേലെ പോയിട്ട് വ്യൂ കാണാൻ പോകും. വ്യൂ ഉണ്ട്, അവിടെ വ്യൂ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അതും കൂടി കണ്ടിട്ട് കാണാം. ഞങ്ങൾ ആദ്യം കണ്ട അതേതായാലും സിനിമ അതിനെക്കാട്ടി അത് ചിക്കൂൻ്റെ. അതെ, ചിക്കുവിൻ്റെ ഭംഗി. ചിക്കുവിൻ്റെ പുതിയ ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ ചിക്കുവിൻ്റെ പഴയതായിരുന്നു എപ്പോഴും ഇട്ടുകൊണ്ടിരുന്നത്, പണ്ടുള്ളത് വന്നപ്പോൾ തൊട്ട്. പക്ഷേ ഇപ്പോൾ പുതിയതാണ് അല്ലേ? ഇപ്പോൾ നല്ല ഭംഗിയുണ്ട്, അടിപൊളിയാണ്. ബബിളൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി അടിപൊളി. ഒരു ഈവനിങ് ആയപ്പോൾ മുകളിൽ ആകാശത്തോടെ അവിടുത്തെ കയറി. നല്ല തണുപ്പായിരുന്നു, നല്ല കാറ്റായിരുന്നു. ഇവിടെ ഞങ്ങൾ പോയ എല്ലാത്തിലും കയറി സന്തോഷമായി. ഇനി വീട്ടിൽ പോയാൽ മതി. അങ്ങനെ കുറേ നേരം അതിൻ്റെ മുകളിൽ കൂടെ നടന്നു. നല്ല രസമുണ്ടായിരുന്നു, താഴെ ലൈറ്റൊക്കെ. മനസ്സ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി പോകാൻ സമയമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വണ്ടർല വന്നതിൻ്റെ ഒരു ചെറിയ വ്ളോഗ് എടുത്താൽ ശരിയാവില്ലോ ഒന്നും അറിയത്തില്ല. പക്ഷേ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നാൽ അപ്ലോഡ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടുന്ന് ഒരു 7 വരെ ബസ്സുള്ളൂ. ഓക്കെ, ടാറ്റാ.